പൊങ്കാല മഹോത്സവത്തിലെ ഓരോ ചടങ്ങിനും ഏറെ പ്രാധാന്യമുണ്ട്. പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്രത്തിൽ നടക്കുന്ന ഇത്തരം ചടങ്ങുകളെപ്പറ്റി ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ എസ് വേണുഗോപാൽ M5 ന്യൂസിനോട് പ്രതികരിക്കുന്നു. പഞ്ചലോഹ മോതിരം, അതാണ് കാപ്പ് എന്ന് പറയുന്നത്. ആ പഞ്ചലോഹ മോതിരത്തിനെ ബന്ധിപ്പിക്കുന്നതിനുള്ള ചരട് ഉപയോഗിക്കുന്നതാണ് കുറുത്തിയുടെ ചരടാണ് ഉപയോഗിക്കുന്നത്. അതിൽ പച്ചമഞ്ഞൾ അരച്ച് ഈ ചരടുമായിട്ടിട്ട് മുറുക്കിയെടുക്കുന്നതാണ് കാപ്പ് കെട്ടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ മുഹൂർത്ത സമയത്ത് ചൈതന്യം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മേൽശാന്തി ദേവിയുടെ ഉടവാളിലേക്ക് ഈ കാപ്പ് കെട്ടും, ഈ കുറുത്തിനാര് കൊണ്ടുള്ള കാപ്പ് കെട്ടും. അതേ സമയത്ത് തന്നെ കീഴ്ശാന്തിമാർ മേൽശാന്തിയുടെ കയ്യിൽ ഒരു കാപ്പ് കെട്ടും. ഇതേ സമയത്ത് തന്നെ കീഴ്ശാന്തിമാർ ദേവിയുടെ പ്രഭയിൽ കസവ് സാരി നുറുന്നുടുക്കിയ ഒരു പ്രഭ പിറകെ വയ്ക്കും. അതോടുകൂടി ഉടയാടാന്ന് പറയുന്നതാണ്, അതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി കാപ്പുകെട്ട് ചടങ്ങ് പൂർണ്ണമായിട്ടും 3 ചടങ്ങുകളും കൂടെ ഒരേ സമയമാണ് നടക്കുന്നത്. കാപ്പുകെട്ട് കഴിഞ്ഞാൽ ഉത്സവം ആരംഭിക്കുകയായി. അതിനുശേഷം ഇന്നിപ്പം 3ാമത്തെ ഉത്സവമാണ്. 3ാമത്തെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയോട്ട വ്രതം ആരംഭിക്കുകയാണ്. 12 വയസ്സിന് താഴെയുള്ള ബാലന്മാർ, 10നും 12നും ബാലന്മാരാണ് കുത്തിയോട്ട നേർച്ചയിൽ പങ്കെടുക്കുന്നത്. അവരുടെ ഇന്ന് രാവിലെ 9:15 തന്നെ കുത്തിയോട്ടത്തിനുള്ള വ്രതം ആരംഭിച്ചു കഴിഞ്ഞു. ആ ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലന്മാർ ഓരോരുത്തരായിട്ട് പോയി കുളത്തിൽ പോയി കുളിച്ചിട്ട് ഈറിനായിട്ടുള്ള തോർത്ത് കൊടുത്തുകൊണ്ട് വന്ന് ദേവീസന്നിധിയിൽ വന്നതിന് പള്ളിപ്പലക എന്ന് പറഞ്ഞൊരു പലകയുണ്ട്. അവിടെ 7 നാണയങ്ങൾ വച്ച് ദേവിയെ പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ്, പ്രസാദം വാങ്ങിയാണ് അവർ ക്ഷേത്രത്തിലെ കുത്തിയോട്ട കുട്ടികളായിട്ട് മാറുന്നത്. അവർ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും 9 ദിവസങ്ങളിലും ക്ഷേത്രത്തിനകത്ത് തന്നെ അവർ താമസിക്കും. അവരുടെ ആഹാരങ്ങളിലെ ക്രമീകരണങ്ങളുണ്ടാകും. പഴയ ആചാരം എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെയുള്ള ആഹാരങ്ങളെ കിട്ടത്തുള്ളൂ. 1008 പ്രാവശ്യം ഈ ദിവസങ്ങളിൽ ദേവിയെ നമസ്കരിക്കാനുള്ള ഒരിതും കിട്ടും. ആ കുത്തിയോട്ട കുട്ടികളുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ഒരു വ്രതം, ആഹാരത്തിലൊരു വ്രതം ഉണ്ടാക്കും. അത് ആരോഗ്യപരമായിട്ടും കൂടെ നല്ലതാണ്. പിന്നെ ദേവിയെ നമസ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യങ്ങൾ കിട്ടും. അത് നമ്മൾ സാധാരണ തൊഴുതല്ല നമസ്കരിക്കുന്ന സാഷ്ടാംഗ നമസ്കാരമാണ് ഈ പിള്ളേർ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 9ാം ഉത്സവ ദിവസമാണ് ദേവിയെ പുറത്തെഴുന്നള്ളിപ്പ് ചടങ്ങ് നടക്കുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ് നടന്നു. ഇനിയിപ്പം നമ്മുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി വരെ പറയത്തക്ക ഒരുക്കങ്ങളൊന്നുമില്ല. ഇനി ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ വന്ന് പൊങ്കാലയിടാൻ വേണ്ടിയുള്ള കൂടുതൽ സ്ഥല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം ജനങ്ങൾ അവിടെ വന്ന് പൊങ്കാലയിടും. പിന്നെ ബഹുമാനപ്പെട്ട സർക്കാർ പുതിയതായിട്ട് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പേപ്പർ കപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു നിർദ്ദേശം. അതിലേക്ക് വേണ്ടി നമ്മളെല്ലാം സഹകരിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സുകളാണ് ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഭക്ഷ്യസുരക്ഷക്കാരും ഇതേപോലെ ആറ്റുകാൽ വട്ടത്തുള്ള എല്ലാ ഹോട്ടലുകളിലും ആഹാരം കൊടുക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദിവസവും രാവിലെ ആഹാരത്തിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ച് യാതൊരു രീതിയിലുള്ള ഭക്തജനങ്ങൾക്ക് അത് കുടിച്ചെന്തെങ്കിലും ബുദ്ധിമുട്ട് വരാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. പിന്നെ ഈ 10 ദിവസമായി ഇവിടെ ഉത്സവങ്ങൾ നടക്കുകയാണ്. 3 സ്റ്റേജുകളുണ്ട്. 3 സ്റ്റേജുകളിൽ ഭക്തജനങ്ങൾക്ക് സന്തോഷപ്രദമായിട്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാംസൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ തോറ്റംപാട്ട് പാടുന്നതിനെ കണ്ടു കാണും. ക്ഷേത്രത്തിന് മുൻവശമുള്ള ഒരു ഓലപ്പന്തലിലാണ് തോറ്റംപാട്ട് പാടുന്നത്. അതിനൊരു കണക്കനുസരിച്ച് ക്ഷേത്രത്തിൻ്റെ മുഖപ്പിൽ നിന്ന് 41 ചുവട് മാറിയാണ് ആ പച്ച പന്തൽ ഉണ്ടാക്കുന്നത്. അത് സാധാരണയായിട്ട് അത് കൊഞ്ചറവിള സ്വദേശിയായ കല്ലടിമുഖത്ത് സ്വദേശി കൊച്ചു ആശാനാണ് അത് വളരെ നാളായിട്ട് 100 വർഷങ്ങൾക്ക് മുമ്പേ പാടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഗോവിന്ദൻ ആശാൻ സംഘവും അത് പാടി. ഇപ്പോൾ 1992 മുതൽ
അദ്ദേഹത്തിൻ്റെ മകനായ മധു ആശാനും സംഘവുമാണ് തോറ്റംപാട്ട് ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ പറയത്തക്ക ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ, പ്രൊസഷൻ പോകുന്നുണ്ട് ദേവിയെ പുറത്തെഴുന്നള്ളിക്കുമ്പോൾ. അതിലേക്ക് വേണ്ടിയുള്ള അനുവാദങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത്തവണ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല, ബോർഡ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒത്തിരി നിബന്ധനകളുണ്ട്. അതൊക്കെ മാക്സിമം നമ്മൾ പാലിച്ചാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിന് എല്ലാവർക്കും ഗുണമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പിന്നെ ആനയുമായിട്ടുള്ള ഉപയോഗത്തിൽ കുറേ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾ, സർക്കാരിൻ്റെ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആനയെ അധികം ഉപദ്രവിക്കാൻ പാടില്ല, അകലം പാലിക്കണം. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട്. സാധാരണ ഉത്സവത്തിന് വരുന്നത് ഓരോ ജംഗ്ഷനിലെത്തുമ്പോൾ പൂവിനെ ഇതള എല്ലാം കൂടെ വാരി ദേവിയുടെ ചാർത്തുക എന്നുള്ള ആനയുടെ മുഖത്താണ് ചാർത്തും. അപ്പോൾ ആ രീതിയിൽ ആനയ്ക്ക് ഒരു പ്രകോപനം ഉണ്ടാക്കാത്ത രീതിയിൽ ആനയുടെ ദേഹത്തുനിന്ന് പൂക്കൾ എറിയാൻ പാടില്ല എന്നുള്ള ഒരു നിയമമാണ് നമ്മൾ പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, ആനയുടെ മുമ്പേ തീ വയ്ക്കുന്നതിനൊരു ഡിസ്റ്റൻസ് പാലിക്കുക. പിന്നെ ഇവർക്ക് ആരതി നേരാൻ വേണ്ടിയുള്ള പൂജാരിമാർ ചെയ്യുമ്പോൾ ഒരു ഡിസ്റ്റൻസ് പാലിക്കുക എന്നുള്ള രീതിയിലാണ്. മാക്സിമം ഇവിടുന്ന് രാത്രി 11 മണിക്ക് ദേവി പുറത്തെഴുന്നള്ളും. ശാസ്താംകോവിലിൽ 5 മണിക്ക് എത്തി 5:45 അവിടുത്തെ പൂജയോടുകൂടി അവിടുന്ന് തിരിച്ച് 9 ഇവിടെ എത്തുക എന്നുള്ളതാണ് ക്രമീകരണം വരുന്നത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഈ ദേവി എഴുന്നള്ളിച്ച് പോകുന്ന എല്ലാ സമയത്തും ശ്രീകോവിൽ തുറന്നിരിക്കും. ആ സമയത്തും ഭക്തജനങ്ങൾക്ക് ഇവിടെ ദർശനത്തിന് പറ്റും എന്നുള്ളതാണ് ഇവിടെ കണ്ടുവരുന്ന വേറൊരു പ്രത്യേകത വരുന്നത്. പിന്നെ ഇതിപ്പോൾ ഏകദേശം ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.